ഒരു കൂട്ടം ആൾക്കാർ ഒരു വലിയ തോണി, പടകി ദ്രവിച്ചൊരു തോണി തോളിലെടുത്ത് വെച്ചിങ്ങനെ നടക്കുക. അവർ വലിയ ഹാപ്പിയൊന്നുമല്ല. ഈ ദ്രവിച്ച് പൊടിയൊക്കെ മേത്ത് വീണിട്ട് ഇവർക്ക് നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ട്. ഇത് കണ്ട ഒരാൾ ചോദിച്ചു, ഇതെന്താ സംഭവം? അപ്പോൾ അവർ പറഞ്ഞു, വലിയ ചരിത്രമാണ്. ഞങ്ങളുടെ പൂർവികർ കപ്പൽ തകർന്ന് ഒരു ദ്വീപിൽ പെട്ടുപോയി. അവിടെ ഭക്ഷണമില്ല, വെള്ളമില്ല, ദിവസങ്ങളോളം. ഒരു ദിവസം അത്ഭുതം പോലെ ദ്വീപിലേക്ക് ഈ തോണി ഒഴുകിയെത്തി. ഈ തോണി കയറി അവർ രക്ഷപ്പെട്ടു. അന്ന് തൊട്ട് ഈ തോണി ഞങ്ങളുടെ തോണിലാണ്. ഈശോയുടെ കാലത്ത് ഇതുപോലെയുള്ള പടകി ദ്രവിച്ച കുറേ അധികം തോണികൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് യഹൂദർ കൊണ്ടു നടന്നിരുന്നു. അത്തരത്തിലൊന്നാണ് ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നൊരു കാര്യം. യോഹന്നാൻ്റെ ശിഷ്യന്മാരോട് ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളും ഫരിസേരും ഒക്കെ കൂടെ കൂടെ ഫാസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നിൻ്റെ ശിഷ്യന്മാരെന്താ ഫാസ്റ്റ് ചെയ്യാത്തെ? ഈശോ പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഹണിമൂണിലാണ്. ഈശോ ഫാസ്റ്റിംഗ് വേണ്ട എന്നല്ല പറഞ്ഞേ, സ്പിരിച്വാലിറ്റിക്ക് ഒരു നിർവചനം കൊടുക്കുകയാണ്. അന്ന് വരെ എന്താ സ്പിരിച്വാലിറ്റി? വിഷാദം, സഹനം, ഭാരം. പക്ഷേ ഈശോ പറയുന്നു, സ്പിരിച്വാലിറ്റി ഇറ്റ് ഈസ് ഹാപ്പിനെസ്. അത് സന്തോഷമാണ്, അത് ഹണിമൂണാണ്. കാരണം മണവാളം കൂടെയുണ്ട്. സന്തോഷമില്ലാതെ നമ്മളെടുക്കുന്ന എന്തായാലും അത് മടുപ്പാണ്, അടുപ്പമല്ല. അത് ഇഷ്ടമല്ല, അത് കഷ്ടമാണ്.